മക്കളെ, നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ സെയിം ടൈപ്പ് പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. 0.033 എക്സെട്ര 0.44 എക്സെട്ര ഇതിൻ്റെ സം കാണണം. അപ്പോൾ ഒരാൾ 0.033 ആണ്. നമുക്കതിനെ എക്സ് എന്ന് കൊടുക്കാം. എക്സ് ഈക്വൽ ടു 0.033 എക്സെട്ര എന്ന് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യമേ ഒരു 0 ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ 10x കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഈ ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് 0.333 എക്സെട്ര എന്ന് വരും. ഇത് നമ്മൾ 100x കൊടുത്താലോ, 100x കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡെസിമലും കൂടി ഇപ്പുറത്തേക്ക് വരും, 3.333 എക്സെട്ര എന്ന് വരും. ഇനി ഡിഫറൻസ് എടുക്കുക. അങ്ങനെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 90x എന്ന് പറയണത് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്തേ. അപ്പോൾ ഈ 0.33 ഒക്കെ കട്ടായി പോയിട്ട് നമുക്ക് 3 എന്ന് വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 3/90, അല്ലെങ്കിൽ നമുക്ക് പറയാം 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/30 ഇങ്ങനെ പറയാം. ഇനി y ആണെങ്കിലോ 0.44 എക്സെട്രയാണ്. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 0.44 എക്സെട്ര. ഇങ്ങനെ വന്നാൽ ഇവിടെ നമുക്ക് ഒരു ഡെസിമൽ മുന്നോട്ട് എടുക്കാൻ വേണ്ടി 10y ഈസ് ഈക്വൽ ടു 4.44 എക്സെട്ര എന്ന് വരും. ഇനി ഡിഫറൻസ് എടുത്തു കഴിയുമ്പോഴോ റൈറ്റ് സൈഡിൽ 4 - 0 4 വരും. അപ്പോൾ 9y ഈസ് ഈക്വൽ ടു 4 എന്ന് വരും, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു 4/9 എന്ന് വരും. നമ്മളോട് ഈ x+y ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 1/30 പ്ലസ് 4/9. ഇതിപ്പം നമ്മൾ LCM എത്ര എടുക്കുന്നത്? 30യും 9ഉമായിട്ടുള്ള LCM കാണണം. നമുക്കിതിനെ 3/90 എന്ന് പറയാം. 3/90, 1/30യെ 3/90 എന്ന് പറയാം. 4/9നെ നമുക്ക് 40/90 എന്ന് പറയാം. അപ്പം നമുക്ക് ആൻസർ 43/90. ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0.0444 എന്ന് വരുമ്പം 0.0333 എന്ന് വന്നപ്പം ആദ്യം നമ്മൾ എക്സ് ഈക്വൽ ടു 0.033 എടുത്തിട്ട് രണ്ടാമത് എന്ത് ചെയ്തു, ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10x ഈക്വൽ ടു 0.033 എന്നുള്ളത് മാറിയിട്ട് 0.333 എന്നാവും. പിന്നെ വീണ്ടും ഒരു 10x കൂടി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100x ഈക്വൽ ടു 3.33 എന്നാവും. അപ്പോൾ ഒരാൾ 10x 0.33 ആവും, 100x 3.33 ആവും. ഡിഫറൻസ് എടുക്കുമ്പം 90x ഈക്വൽ ടു ആ 3.33 കട്ടാകുമ്പോൾ 90x ഈക്വൽ ടു 3. ഈ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അത് ശരിക്കും മക്കൾ മനസ്സിലാക്കി ചെയ്യുക. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സാറിന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാരിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.